إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا والآخرة وإنه في الآخرة لمن الصالحين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മനസ്സ് മക്കയെ കേന്ദ്രമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശവ്വാൽ അതിൻ്റെ പകുതി പിന്നിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തുള്ള മുസ്ലിമീങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തേക്ക് പുറപ്പെടാൻ. ഓരോ ഹജ്ജിൻ്റെ സമയമെത്തുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കുടുംബമാണ് ഇബ്രാഹീമി കുടുംബം. ഹജ്ജുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂന്ന് പേരുടെ ചരിത്രങ്ങൾ ഓർക്കാതെ പറയാതെ അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാതെ ഒരിക്കലും ഹജ്ജ് പൂർത്തിയാവുകയില്ല, ഹജ്ജ് ശരിയാവുകയില്ല. ഓരോ ഹജ്ജിന്റെ സമയം വരുമ്പോഴും എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തെ, ആ ഇബ്രാഹിമി കുടുംബത്തെ നമ്മൾ ഓർക്കുന്നത്? ഓരോ വർഷം എത്തുമ്പോഴും മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് എന്തിനാണ് ഇത്രമാത്രം ചർച്ച ചെയ്യുന്നതും ആ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ച, പറഞ്ഞ, പ്രചരിപ്പിച്ച, പഠിപ്പിച്ച ആശയം അതെത്ര പഴമയുള്ളതാണെങ്കിലും അതിൻ്റെ പുതുമ എന്തുകൊണ്ടാണ് ആ പുതുമയോടെ തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് മാത്രമാണ് ഇസ്ലാം ഖലീലുള്ള എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണെങ്കിൽ ഹദീസുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്നാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മദ്ഹുകൾ കൊണ്ട് അലങ്കരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ കാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 120 മുതൽ 122 വരെയുള്ള വാചകങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചറബ് പ്രത്യേകമായി ആദരിക്കുകയാണ്. ആ പ്രവാചകന്റെ മദ്ഹുകൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പരിപൂർണമായി നന്ദി കാണിച്ച പ്രവാചകൻ, ഇഹലോകത്തും പരലോകത്തും പടച്ചറബ് സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുത്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത പ്രവാചകൻ. എന്തിനേറെ, ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മുസ്ലിമീങ്ങളും ഒരു ദിവസത്തിൽ 5 നേരം 5 നമസ്കാരങ്ങളിലായ പ്രവാചകന്റെ പേര് പറയാതെ ഒരു മുസ്ലിമിന്റെയും നമസ്കാരം ശരിയാവുകയില്ല എന്നതാണ്. ഇബ്രാഹിമി സ്വലാത്തി എന്നാണ് ആ സ്വലാത്തിന്റെ പേര് തന്നെ. രാവിലെയുള്ള പ്രാർത്ഥനകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മയ്യത്ത് നമസ്കാരത്തിൽ പോലും ഇബ്രാഹിമി സ്വലാത്ത് വേണം. ഇബ്രാഹിമി സ്വലാത്തില്ലാത്ത മയ്യത്ത് നമസ്കാരം ശരിയാവുകയില്ല എന്നതാണ്. ഇബ്രാഹിമി സ്വലാത്തില്ലാത്ത മറ്റു നമസ്കാരങ്ങൾ ശരിയാവുകയില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുപാട് പടച്ചറബ് പ്രത്യേകമായി മദ്ഹുകൾ പറയുകയും പുകഴ്ത്തി. നമ്മൾ ഓർക്കണം, നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഖലീലുള്ളയെ ഇത്രമാത്രം പടച്ചറബ് മദ്ഹുകൾ കൊണ്ട് അലങ്കരിക്കാൻ, ആ പ്രവാചകനെ കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നു മാത്രമാണ്. ആ ഉത്തരം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് പരീക്ഷിക്കുകയുണ്ടായി. പല കാര്യങ്ങൾ കൊണ്ടും പരീക്ഷിച്ചു. പല വിഷയങ്ങളിലും പരീക്ഷിച്ചു. ഒരു പുരുഷായുസ്സിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന, അവന് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനേക്കാൾ അപ്പുറം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് പരീക്ഷിച്ചു. ആ പ്രവാചകന് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയൊക്കെയും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് പരിപൂർണമായി ആ പരീക്ഷണങ്ങളെ ഏറ്റെടുക്കുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്ത പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എല്ലാ പരീക്ഷണങ്ങളെയും പൂർത്തിയാക്കി എന്നതാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇബ്രാഹിം അല്ലദീ വഫ, തന്റെ കടമകൾ, തന്റെ ഉത്തരവാദിത്തം പരിപൂർണമായി നിറവേറ്റിയ പ്രവാചകൻ. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അവിടുത്തെ കുടുംബത്തിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നതാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അവിടുത്തെ കൂടെയുള്ളവരിലും അഥവാ അവിടുത്തെ കുടുംബത്തിലുമൊക്കെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾ പിൻപറ്റണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമായി 2 ഭാഗങ്ങളായിട്ടാണ് ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഇബ്രാഹിം നബിയിലുള്ള മാതൃക, ഒന്നാമത്തെ മാതൃക ദഅ്വാ രംഗത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ദഅ്വാ രംഗത്തുള്ള മാതൃകയാണ്. കിലോമീറ്ററുകളോളം നടന്ന് പ്രബോധനം ചെയ്ത് അള്ളാഹുവിന്റെ ദീൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയ
ഒരു ദാഇയായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു, ഒരു മുബല്ലിഗായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രബോധന രംഗത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാഴ്ചവെച്ച രീതികൾ തീർച്ചയായും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഖുർആൻ. മറ്റൊന്ന് ഇബ്രാഹിം നബിയുടെ കുടുംബ സ്നേഹമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തെ വല്ലാത്ത സ്നേഹിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെടൽ കേവലം നമ്മളൊക്കെയും ഇഷ്ടപ്പെടുന്നത് പോലെ ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹമായിരുന്നില്ല ഇബ്രാഹിം നബിയുടെ. മറിച്ച് ഇബ്രാഹിം നബിയുടെ സ്നേഹത്തെ നാം വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ മുന്നിൽ കണ്ട് അവിടെ തന്നോടൊപ്പം തന്റെ കുടുംബം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടെ ആ കുടുംബത്തെ സ്നേഹിച്ച ഒരു പ്രവാചകന്റെ ചരിത്രമാണ്, മാതൃകയാണ് ഇബ്രാഹിം നബിയിലൂടെ രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ആ പ്രവാചകന്റെ മില്ലത്തു ഇബ്രാഹിം നിങ്ങൾ ഉൾക്കൊള്ളണം. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയാവണം. ആ മാതൃകയെങ്ങാനും നിങ്ങൾ അവഗണിച്ചാൽ, അതിനെ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ ശക്തമായ നടപടികൾ ഉണ്ടാകും. അവൻ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയിലേക്ക് ഇറങ്ങുകയാണ്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ? ആസറാണ്. ഇറാഖിലെ ബാബിലോണിയയിലെ ആസർ എന്ന വിഗ്രഹ കച്ചവടക്കാരനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ. വിഗ്രഹങ്ങൾ ഹോൾസെയിലായും റീറ്റെയിലായും കച്ചവടം ചെയ്യുന്നയാളാണ്. വിഗ്രഹാരാധകനാണ്. നാടൊട്ടാകെ വിഗ്രഹാരാധകരാണ്. കുടുംബത്തിലുള്ളവർ വിഗ്രഹാരാധകരാണ്. ആ നാട് ഭരിക്കുന്ന രാജാവ് വിഗ്രഹാരാധകനാണ്. ബഹുദൈവാരാധകർ നിറഞ്ഞു നിൽക്കുന്ന, ശിർക്ക് കൊണ്ട് കുത്തിവാഴുന്ന ആ ജനതയിലേക്കാണ് തൗഹീദിന്റെ സന്ദേശവുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയോട് തൗഹീദ് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് തൗഹീദ് പറഞ്ഞു. വാപ്പയെ വിളിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ബഹുദൈവാരാധന? എന്താണ് ബഹുദൈവാരാധനയുടെ നിരർത്ഥകത എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചില ചോദ്യങ്ങളിലൂടെ വാപ്പയെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിന്റെ 42 മുതലുള്ള ആയത്തില് അള്ളാഹു ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വാചകം ഇങ്ങനെയാണ്. ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് സംസാരിച്ച സന്ദർഭം, ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പയെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി ചോദിക്കാണ്, ഉപ്പ, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണാത്ത കേൾക്കാത്ത യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ വിളിച്ചാൽ കേൾക്കോ? ഇല്ല. നിങ്ങളെ കാണോ? ഇല്ല. നിങ്ങളെ സങ്കടങ്ങൾ അറിയോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്യാൻ കഴിയുമോ? ഇബ്രാഹിം നബിയുടെ ചോദ്യമാണ്. ഈ കിടത്തിവെച്ച, നാട്ടിവെച്ച, നിവർത്തിവെച്ച ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ വിളിച്ചാൽ, നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? ആ സങ്കടങ്ങൾ തീർക്കാൻ കഴിയുമോ? ഇവയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയാ. ഉപ്പയോട് പറയാണ്, ഉപ്പ, നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ വഹി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത അറിവുകൾ, ഇൽം എനിക്കുണ്ട്. ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്കാണ് നയിക്കുന്നത്, വിളിക്കുന്നത്. അതുകൊണ്ട് യാ അബതി ലാ തഅബുദിശ് ശൈത്വാൻ ഇന്നശ്ശൈത്വാന കാന ലിർറഹ്മാനി അസിയാ. ഉപ്പ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. പിശാച് അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണ്.
അതുകൊണ്ട് ഉപ്പ നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. എന്നിട്ട് ഉപ്പയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിത് എന്താണെന്നറിയോ ഉപ്പ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ വിഗ്രഹാരാധകനാണെന്ന് എനിക്കറിയാം, വിഗ്രഹ കച്ചവടക്കാരനാണെന്ന് എനിക്കറിയാം, അതിഷ്ടപ്പെടുന്നയാളാണെന്നറിയാം. പക്ഷേ ഉപ്പ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അസാബും മിനർ റഹ്മാൻ ഫതകൂന ലിശൈത്വാനി വലിയ. നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുകയാണ്, നിങ്ങളെ ബാധിക്കുമെന്ന്. അള്ളാന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ പേടിക്കാം. ആ റബ്ബിന്റെ കോടതിയെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഉപ്പ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഉപ്പ നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നോടെതിര് കാണിച്ചാൽ നിങ്ങൾ ശൈത്താന്റെ മാർഗത്തിലാണ്. എന്താ ഉപ്പാന്റെ മറുപടി? വിശുദ്ധ ഖുർആൻ ആ കാര്യം തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു. കാല, ആ ഉപ്പാന്റെ മറുപടിയാണ്. തൗഹീദിലേക്ക് ക്ഷണിച്ച ആ മകനായ പ്രവാചകന്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ പ്രവാചകനായ മകന്റെ മുഖത്ത് നോക്കി ഉപ്പയായ ആസറിന്റെ മറുപടി. കാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. അവസാനിപ്പിച്ചോ? ഉപ്പ പറയാണ് മോനോട്, അവസാനിപ്പിച്ചോ, ഇനി ഒരക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത്. ഈ പറഞ്ഞ കാര്യം നീ ഏതായാലും പറഞ്ഞു, ഇനി വീട്ടിൽ പറയാൻ പാടില്ല. ഞങ്ങൾ കാലങ്ങളായി, ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി ആരാധിച്ചു വരുന്ന ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നീ കുറ്റം പറയുകയാണോ? അത് ശരിയല്ല എന്ന് പറയുകയാണോ? നിന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കണം. അതല്ല, ഇത് തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ, ഞങ്ങളെ എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ലഅർജുമന്നക, നിന്നെ ഞങ്ങൾ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. റജ്മ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച പഠിച്ച ഒരു പദമാണ് റജ്മ്. എന്താണത്? കേവലം എറിയലല്ല. റജ്മ് എന്ന് പറഞ്ഞാൽ കേവലം എറിയുക എന്നതിന് റമ എന്നാണ് പറയുക അറബിയിൽ. പക്ഷേ റജ്മ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക, മരണം വരെ എറിയുക, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ എറിയുക, ആക്ഷേപങ്ങൾ കൊണ്ടെറിയുക, അപവാദങ്ങൾ കൊണ്ടെറിയുക, ആരോപണങ്ങൾ കൊണ്ടെറിയുക, ചീത്തവാക്കുകൾ കൊണ്ടെറിയുക. ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കും, ഈ നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കൂല, ഈ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. തൗഹീദ് പ്രഖ്യാപിച്ചപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏൽക്കേണ്ടി വന്ന, തന്റെ വാപ്പയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒന്നാമത്തെ കാര്യം അതാണ്. വാപ്പയോട് തൗഹീദ് പറഞ്ഞപ്പോഴേ ഷിർക്കിന്റെ വക്താവായ ഇബ്രാഹിം നബിയുടെ പിതാവ് പറഞ്ഞ മറുപടിയാണ്, അവസാനിപ്പിച്ചില്ലെങ്കിൽ ലഇല്ലം തൻതഹി, ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. നമ്മൾ അറിയണം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടിലേക്ക് ചെന്നു, നമ്രൂദിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെയുണ്ട് ചന്ദ്രനെ ആരാധിക്കുന്നവർ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ. അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. ചന്ദ്രൻ ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടപ്പോ ചന്ദ്രനെ ആരാധിക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട്. അവരടുത്തേക്ക് പോയി. എന്നിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. ഇബ്രാഹിം നബി അവർ കേൾക്കെ പറഞ്ഞു, ഇതാ ഈ വരുന്ന ചന്ദ്രനാണ് എന്റെ റബ്ബ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ചന്ദ്രൻ പോയി. ആ അസ്തമിച്ച ചന്ദ്രനെ നോക്കി ഇബ്രാഹിം നബി പറഞ്ഞു, അസ്തമിക്കുന്ന ചന്ദ്രൻ എന്റെ റബ്ബാവാൻ യോഗ്യനല്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ വന്നു. നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൂടെ നിന്ന് പ്രഖ്യാപിച്ചില്ലേ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് എന്റെ രക്ഷിതാവ്. കുറച്ചു കഴിഞ്ഞപ്പോ നക്ഷത്രങ്ങൾ പോയി. അസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ, മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ എന്റെ റബ്ബാവാൻ യോഗ്യനല്ല. കുറച്ചു കഴിഞ്ഞപ്പോ സൂര്യൻ വന്നു. സൂര്യൻ നേരത്തെ കണ്ട നക്ഷത്രത്തെക്കാളും ചന്ദ്രനേക്കാളും വലുപ്പമുള്ളതായി അനുഭവപ്പെടുന്ന ഒന്നാണ് സൂര്യൻ. ഇതിനേക്കാൾ വലുതാണ് സൂര്യൻ. ഹദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. ഈ സൂര്യനാണ് എന്റെ റബ്ബ്. വൈകുന്നേരമായപ്പോ സൂര്യൻ അസ്തമിച്ചു പോയി. അസ്തമിച്ച സൂര്യനെ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, അസ്തമിക്കുന്ന സൂര്യൻ എന്റെ റബ്ബാവാൻ യോഗ്യനല്ല. അസ്തമിക്കുന്ന സൂര്യൻ, അസ്തമിക്കുന്ന ചന്ദ്രൻ, അസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ
മാഞ്ഞു പോകുന്ന നക്ഷത്രങ്ങൾ, ഇതൊന്നും എൻ്റെ റബ്ബാവാൻ യോഗ്യനല്ല. എൻ്റെ റബ്ബ് ഒരിക്കലും ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവരെ ബോധ്യപ്പെടുത്തുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന്, നമ്രൂദിന്റെ അടുത്തേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞു. അവസാനം തീക്കുണ്ടാരമൊരുക്കി നമ്രൂദ് എന്ന രാജാവ് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അള്ളാഹുവിന്റെ വല്ലാത്ത ദൃഷ്ടാന്തം. അന്നുവരെ, അതിനുശേഷം തീ എന്ന സംവിധാനത്തിന് ചൂടല്ലാത്ത മറ്റൊന്നില്ല. തീ എന്ന് പറഞ്ഞാൽ ചൂടാണ്. അന്നുവരെ, അതിന്റെ ശേഷവും തീക്ക് ചൂട് മാത്രമാണ്. എന്നാൽ ഇബ്രാഹിം നബിയുടെ മുന്നിൽ അള്ളാഹു തീയോട് പറഞ്ഞ വാചകം, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് മുമ്പിൽ തീയോട് പറയാ, ഏ തീ, ഇബ്രാഹിം നബിക്ക് മുമ്പിൽ തണുപ്പായി മാറണം. തീയോട് പറയാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. അതുവരെ ചൂടായിരുന്ന തീ ആ സമയത്ത് തണുപ്പാവുകയാണ്. ഇബ്രാഹിം നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആ പ്രദേശത്തു നിന്നും ഇബ്രാഹിം നബിയെ ആട്ടിയോടിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയോട് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ് ആ വാചകമെന്നറിയോ? വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുമ്പോ കാല സലാമുൻ അലൈക്, ഉപ്പാങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയാ, ഇന്നഹു കാന ബി ഹഫിയാ. ഉപ്പ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബിയെ തൗഹീദ് പഠിപ്പിച്ച തന്റെ മകനെ ശിർക്കിന്റെ വക്താവായ സ്വന്തം പിതാവ് വീട്ടിൽ നാട്ടി പുറത്താക്കാണ്. ഇറക്കി വിടുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഉപ്പ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ഞാൻ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിൽ നിന്നിട്ട് ഇറങ്ങാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ അതേ ഖുർആനിൽ സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബി, വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ ഇപ്പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഏതാ വാക്ക്? ഉപ്പയുടെ മുഖത്ത് നോക്കി, ഉപ്പ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കാം എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ആ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മക്കൾ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടില്ല എന്നല്ല. എന്തുകൊണ്ടാണത്? ഇബ്രാഹിം നബിയുടെ വാപ്പ മുശ്രിക്കായിരുന്നു. ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക്. ഇബ്രാഹിം നബി വാപ്പയോട് പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം, അത് നിങ്ങൾ പറയാൻ പാടില്ല. എന്തേ കാരണം? ഇബ്രാഹിം നബിയുടെ വാപ്പ മുശ്രിക്കായിരുന്നു. മുശ്രിക്കായി മുസ്ലിം അല്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ മരണശേഷം പോലും അയാൾക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നാണ്. മാ കാന ലിന്നബിയ്യിൻ വല്ലദീന ആമനു അയസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. പ്രവാചകന്മാർക്ക് പാടില്ല, ഒരു വിശ്വാസികൾക്കും പാടില്ല, മുശ്രിക്കീങ്ങളായി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. വലൗ കാനൂ ഉലി ഖുർബ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവായാൽ പോലും, വാപ്പയാവാം, ഉമ്മയാവാം, മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാകാം. പക്ഷേ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ അവകാശിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ മരിച്ചാൽ ചില ആളുകൾ ചോദിക്കും, ഇന്നാ ലില്ലാഹി പറയാൻ പറ്റുമോ? നമ്മളടുത്ത സുഹൃത്തൊക്കെ ആണെങ്കിൽ ഇന്നാ ലില്ലാഹി പറയാം, അതിന് പ്രശ്നമൊന്നുമില്ല. അതേസമയം മുസ്ലിം അല്ലാത്ത ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണാനന്തര ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതൊരു വർഗീയതയല്ല, മറിച്ച് ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. കാരണം മുസ്ലിമായി മരണപ്പെട്ടവർക്ക് മാത്രമേ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ മതം ഇസ്ലാമാണ്. അതുകൊണ്ട് മുശ്രിക്കായി മരണപ്പെട്ടാൽ
പരലോകത്ത് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂല എന്നാണ് ഖുർആൻ പറയുന്നുണ്ട്. വമാ കാന ഇസ്തിഗ്ഫാറു ലിഅബീഹി വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പരലോകത്ത് വെച്ചൊരു ചോദ്യമുണ്ട്. അതെന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണെന്നറിയുമോ? അദ്ദേഹം പിതാവിനോട് വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ് തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹു ഹലീം. തന്റെ പിതാവായ ആസർ അള്ളാഹുവിന്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം പിന്നെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഉപ്പയെ മാറ്റിവെച്ചു എന്നതാണ്. കാരണം എന്താ? ഇബ്രാഹിം നബിയുടെ വാപ്പ പരലോകത്ത് വരുന്ന രംഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പലതവണ കേട്ട ഹദീസായിരിക്കാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാളെ പരലോകത്ത് ഇബ്രാഹിം നബിയുടെ പിതാവിനെ ഇബ്രാഹിം നബി കണ്ടുമുട്ടും. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പയുടെ മുഖത്ത് പൊടി പുരണ്ടിട്ടുണ്ടാകും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയോട് പറയുന്ന വാചകം അലം അഖുൽ ലക ലാ തഅസിനി, ഉപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ അനുസരിക്കണം, എന്നോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് ഉപ്പ പറയും ഫൽയൗമ ലാ അഅസീക്, ഇബ്രാഹിം നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ഇന്ന് നിന്നെ അനുസരണക്കേട് കാണിക്കുകയില്ല ഞാൻ. എവിടെ വെച്ചിട്ടാ പറയണത്? പരലോകത്ത് വെച്ചിട്ട്. ഒരു കാരണവശാലും ഉപ്പ മോനെ നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ഒരിക്കലും ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹുവേ നീ എനിക്കൊരു വാഗ്ദാനം നൽകിയിട്ടില്ലേ, പരലോകത്ത് വെച്ച് എന്നെ നീ അപമാനിക്കുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദത്തം നൽകിയിട്ടില്ലേ? ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുകയാണ്, അള്ളാഹുവേ എന്നെ നീ അപമാനിക്കല്ലേ അല്ലാ. ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബിൽ ലബഅദ്, അള്ളാഹുവേ എന്റെ വാപ്പ നരകത്തിൽ പോകുന്നതിനേക്കാൾ വലിയ അപമാനം പിന്നെ ഇബ്രാഹിമിന് പിന്നെ മറ്റെന്താണുള്ളത്? എന്റെ വാപ്പ നരകത്തിൽ പോയാൽ ഈ ഇബ്രാഹിം എന്ന നിന്റെ ചങ്ങാതിക്ക് അപമാനമല്ലേ? അതുകൊണ്ട് അല്ലാഹുവേ എന്റെ വാപ്പാക്കൊന്ന് പുറത്തു കൊടുക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, എന്റെ വാപ്പാനെ ഒന്ന് സ്വർഗത്തിലാക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ മറുപടി വരികയാണ്, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം, കാഫിറുകളായ ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു ഇബ്രാഹിം നബിയെ വിളിക്കുകയാണ്, യാ ഇബ്രാഹിം, ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക്, എന്താണ് നിന്റെ കാൽപാദത്തിന്റെ അടിയിൽ? ആ കാലിന്റെ ഭാഗത്തേക്കൊന്ന് നീ നോക്ക് ഇബ്രാഹിം. ഫയൻദുർ, ഇബ്രാഹിം നബി അതാ താഴോട്ട് നോക്കുകയാണ്. ആ സമയത്തതാ ഫഇദാ ഹുവ ബിദീഖിൻ മുൽതത്തി, ഒരു നികൃഷ്ടമായ ജീവിയുടെ, ഒരു നികൃഷ്ട ജീവിയുടെ രൂപത്തിൽ, ഒരു ജന്തുവിന്റെ രൂപത്തിൽ അവിടെ കിടന്നു പൊടിയിൽ കിടന്നുരുളുകയാണ് ഇബ്രാഹിം നബിയുടെ പിതാവ്. ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ അരികെ, ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന് പൊടിയിൽ കിടന്നുരുളുകയാണ് ഇബ്രാഹിം നബിയുടെ പിതാവ്. അള്ളാഹുവിന്റെ വാചകം ഫയുഖസു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ. അള്ളാഹു മാലാഖമാരോട് പറയുകയാണ്, ആ ജന്തുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയൻ. ഇബ്രാഹിം നബിയുടെ കൺമുന്നിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ പിതാവിനെ അള്ളാഹുവിന്റെ മാലാഖമാരത നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, മകൻ പ്രവാചകനാണ് എന്ന ഒരു പരിഗണന പരലോകത്തില്ല. വാപ്പ മുസ്ലിമാകണം, വാപ്പ പ്രവാചകനാണ് എങ്കിൽ മകൻ മുസ്ലിമായാലേ മകന് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുന്ന് വന്ന ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ച് അള്ളാഹുവിന്റെ വാചകമുണ്ട്. എന്താണ് ആ വാചകം എന്നറിയോ? ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. തന്റെ കൺമുന്നിൽ കിടന്ന് ആ പ്രളയത്തിൽ, വെള്ളപ്പൊക്കത്തിൽ തന്റെ മകൻ മുങ്ങിച്ചാകുന്നത് നേർക്ക് നേരെ കാണുമ്പോ
ഒരു പ്രവാചകനും വാപ്പയാണല്ലോ. ആ വാപ്പാടെ മനസ്സ് വേദനിച്ചു. അള്ളാഹുവോട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ മോനല്ലേ ഇത്? തന്റെ കൺമുന്നിൽ കിടന്ന് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന രംഗം എന്റെ മോനല്ലേ? അള്ളാഹുവിന്റെ വാചകം, ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എന്താ ഈ പറഞ്ഞത്? ഇബ്രാഹിം നബി, നൂഹ് നബിയുടെ ഭാര്യയുടെ ഉദരത്തിൽ രൂപം കൊണ്ടവനല്ല എന്ന അർത്ഥത്തിലാണോ? അല്ല. നൂഹ് നബിയുടെ കൈ പിടിച്ച് നടക്കാത്ത മോനാണ് എന്ന അർത്ഥത്തിലാണോ? അല്ല. നൂഹ് നബിയുടെ ആദർശ കുടുംബത്തിൽ ആ മോൻ വന്നില്ല എന്നാണ്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവർ നരകത്തിലാണെന്നാണ്. ലോകത്തിന് മാതൃകയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ഫിർഔന്റെ ഭാര്യ ആസിയ എന്നൊക്കെ ചില പേരുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ആ ഫിർഔന്റെ ഭാര്യ സ്വർഗത്തിലാണെങ്കിൽ ഫിർഔൻ നരകത്തിലാണെന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഭാര്യ മുസ്ലിമാണ്, ഭർത്താവ് കാഫിറാണെങ്കിൽ ഇല്ല, രക്ഷയില്ല, ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ടാണ് ആദ്യമായി കുടുംബത്തോട് പറയേണ്ടതും കുടുംബത്തെ വാർത്തെടുക്കേണ്ടതും തൗഹീദിലാണ് എന്ന് പറയാനുള്ള കാരണം ഇബ്രാഹിം നബിയിലുള്ള ഒന്നാമത്തെ മാതൃക അതാണ്. ഇബ്രാഹിം നബിയിലുള്ള കുടുംബ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തെ സ്നേഹിച്ചത് പരലോകത്ത് കൂടെയുണ്ടാകണമെന്ന അർത്ഥത്തിലാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഭാര്യയെ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും. എന്തേ കാരണം? ഭാര്യ മുസ്ലിമാണ്, ഭർത്താവ് കാഫിറാണ്. ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ കാഫിറാണ്. നരകത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ അറിയണം, ഒരു യാത്രയിൽ പോലും ഒരേ സീറ്റിലിരിക്കണം എന്നാഗ്രഹിക്കുന്നവർ, എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പരലോകത്ത് രണ്ടായി പോകുന്ന, വേർതിരിക്കപ്പെടുന്ന ആ ദിനത്തിൽ, വേർതിരിവിന്റെ ദിനത്തിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ആ പരലോകത്ത് തന്റെ വാപ്പ കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ആ വാപ്പയോട് തൗഹീദ് പറഞ്ഞു. മനസ്സിലാക്കിയ സത്യം കൂട്ടുകാരോട്, കുടുംബക്കാരോട്, ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അള്ളാഹുവിന്റെ മാലാഖമാരുടെ ശാപമുണ്ടാകും, ദുനിയാവിലെ മുഴുവൻ വിശ്വാസികളുടെയും ശാപമുണ്ടാകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ? നിങ്ങൾ നന്മ പ്രചരിപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് ഏറ്റവും വലിയ നന്മ? വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും വലിയ നന്മ തൗഹീദിലേക്ക് ക്ഷണിക്കല. ഏറ്റവും വലിയ തിന്മ എന്താ? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. ആ ശിർക്കിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കല. ഇതാണ് പ്രവാചകന്മാർ ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ മരിക്കാൻ കിടക്കുന്ന രംഗം, അബൂ താലിബിന്റെ മരണരംഗം. പ്രവാചകൻ കയറി ചെന്നെന്താ പറഞ്ഞത്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സ്നേഹമാണ്, അത് സ്നേഹമാണ്. തന്റെ ഈ ദുനിയാവിൽ തനിക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നൽകിയ തന്റെ മൂത്താപ്പയായ അബൂ താലിബ് മരിക്കാൻ പോവാണ്, ലോകത്തോട് യാത്ര ചോദിക്കാൻ പോവാണ്. ആ വാപ്പ, ആ മൂത്താപ്പയെ, ആ അബൂ താലിബിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം ദുനിയാവിനേക്കാളേറെ മരണമില്ലാത്ത ലോകത്ത്, പരലോകത്ത് കൂടെയുണ്ടാകണമെന്ന അർത്ഥത്തിലാണ്. ഇതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ ആദർശ പിതാവിന്റെ മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബിയുടെ ഭാര്യയുണ്ട്, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മക്കയുടെ വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുന്നുണ്ട്. ഇറാഖിൽ നിന്ന് വന്നതാ ആ പിഞ്ചു കുഞ്ഞുമായി മക്കയിലേക്ക്. അമ്മിഞ്ഞ കുടിക്കുന്ന, മുലപ്പാല് കുടിക്കുന്ന മോനുണ്ട് കൂടെ. അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആരുമില്ല അവിടെ. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് ഉംറക്കോ ഹജ്ജിനോ പോയാൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവിടെ. പക്ഷെ ഒന്ന് കൈവിട്ട് കൂട്ടം തെറ്റി ഒരു 5 മിനിറ്റ് കാണാതായാൽ നമ്മുടെ മനസ്സു പിടക്കൂലേ, ബേജാറാവൂലേ? ആരുമില്ലാത്ത ആ വിജനമായ പ്രദേശത്ത് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അയിന തസ്ഹബ് യാ ഇബ്രാഹിം, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? ഒരു മരത്തിന്റെ തണൽ പോലുമില്ല.
എനിക്കോ എൻ്റെ കുഞ്ഞിനോ ദാഹിച്ചാൽ കൊടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ ഒരൽപ്പം വെള്ളം പോലുമില്ല. ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ ഒരാൾ പോലുമില്ലാത്ത ഈ താഴ്വരയിൽ തനിച്ചാക്കി പോവാണോ? ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമതും വിളിച്ചു, യാ ഇബ്രാഹിം. എവിടേക്കാ ഇബ്രാഹിം പോകുന്നത്? തിരിഞ്ഞു നോക്കിയില്ല ഇബ്രാഹിം. മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട് ഹാജറ ബീവിയുടെ. ആ ആദർശ കുടുംബത്തിലെ ആദർശ വനിതയുടെ ചോദ്യമുണ്ട്. ആ അല്ലാഹു അമറക ബിഹാസ, അള്ളാന്റെ കൽപ്പനയാണോ ഇബ്രാഹിം? ആ ചോദ്യത്തിന് മുന്നിൽ ഇബ്രാഹിം നബിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നഅം, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഓരോ ഉമ്മമാർക്കും ലോകാവസാനം വരെയുള്ള ഓരോ വിശ്വാസികൾക്കും മാതൃകയുണ്ട് ആ വാചകത്തിൽ. അള്ളാഹ് പറഞ്ഞിട്ടാണോ? അള്ളാന്റെ കൽപ്പനയാണോ? എങ്കിൽ ധൈര്യമായി പോയിക്കോ ഇബ്രാഹിം, അള്ളാഹ് ഞങ്ങളെ ഒരിക്കലും കൈവിടൂല. അള്ളാഹുവിൽ ഞാൻ പരിപൂർണ സംതൃപ്തയാണ്. പറയാൻ കഴിയണം, ഏത് പ്രയാസഘട്ടത്തിലും, ഏത് സങ്കടത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ യക്കീനുള്ള ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഇണയുണ്ടെങ്കിൽ, അതല്ലേ ജീവിതത്തിൽ ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദുനിയാവ് മുഴുവൻ സൗഭാഗ്യത്തിന്റെ കലവറകളാണ്. അദ്ദുനിയാ മത്താ, ഒരുപാട് വിഭവ സമൃദ്ധമാണ് ദുനിയാവ്. വഖൈറു മത്താഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഇണയുണ്ടെങ്കിൽ അത് മതി. അതാണ് നിന്റെ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദകും അലാ അംറിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി നിന്നെ സഹായിക്കുന്ന ഇണയുണ്ടെങ്കിൽ അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം. ഹാജറ ബീവിയിലുള്ള മാതൃക ഏതാണ്? അള്ളാന്റെ കൽപ്പനയാണോ? എങ്കിൽ റളീതു ബില്ലാ, ആ റബ്ബിൽ ഞാൻ സംതൃപ്തയാണ്. ഒരു മോനുണ്ടവിടെ, ആദർശമുള്ള മോനുണ്ടവിടെ. ആ മകന്റെ പേര് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ്. വാപ്പ വന്നിട്ട് പറയാണ്, മോനെ, ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം എന്നറിയോ? നിന്നെ അറുക്കണമെന്നാണ്. നിന്നെ അറുക്കണമെന്നാണ് ഞാൻ കണ്ട സ്വപ്നം. എന്താ മോൻ പറഞ്ഞത്? ആ വാപ്പയെ ആദ്യമായി നേർക്കുനേരെ കാണുന്ന മോന. അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത് മക്കയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചുപോയ ശേഷം പിന്നീട് ഇബ്രാഹിം നബി മക്കയിലേക്ക് രണ്ടാമതായി വരുന്നത് മകനെ അറുക്കണമെന്ന് പറയാൻ വേണ്ടിയാ. അതുവരെ ആ മോൻ വാപ്പയെ കണ്ടിട്ടില്ല നേർക്കുനേരെ. എന്താ മോന്റെ മറുപടി? യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പാ, നിങ്ങളോട് എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോ. ആ ഒരു ചെറിയ വാചകത്തിൽ എന്താണ് ഇസ്ലാം? ലോകത്തിന് മുന്നിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മൂന്നാമത്തത് ആഖിറത്താണ്. ഇത് 3ഉം ആ മോന്റെ ഒരു ചെറിയ വാചകത്തിലുണ്ട്. ഉപ്പ, നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തോ. ഉപ്പ പ്രവാചകനാണെന്ന് ആ മകൻ അംഗീകരിച്ചു. അഥവാ റിസാലത്ത് അംഗീകരിച്ചു. ഉപ്പ അല്ലാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. തൗഹീദ് അംഗീകരിച്ചു ആ മോൻ. ഉപ്പ പരലോകത്ത് വെച്ച് നമുക്ക് കാണാം, ആഖിറവും ആ മോന് മനസ്സിലായി. ആ മോനെ ആരാ പഠിപ്പിച്ചത്? ഇസ്ലാം. തൗഹീദും ആഖിറത്തും റിസാലത്തും ആ മോനെ പഠിപ്പിച്ചതാരാ? ഇബ്രാഹിം നബി അവിടെ പഠിപ്പിക്കാൻ വന്നിട്ടില്ല. ആ മോനെ പഠിപ്പിച്ചത് ഹാജർ എന്ന ഉമ്മയാണ്, ആദർശമുള്ള ഉമ്മയാണ്. അതാണ് പറയുന്നത്, ആദർശമുള്ള മടിത്തട്ടിൽ വളരുന്ന മക്കൾ. അല്ലുമ്മ മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി. ഉമ്മയാണ് ആദ്യത്തെ കലാലയം. ആ ഉമ്മ എന്ന കലാലയത്തിന്റെ, ആ ഉമ്മ എന്ന മടിത്തട്ടിൽ നല്ല രൂപത്തിൽ വളർന്നാൽ, ചൊല്ലിക്കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായ കലിമത്ത് തൗഹീദാണെങ്കിൽ ആ മക്കളിലും ആ കലിമത്ത് തൗഹീദ് കാണാൻ കഴിയും. നമ്മൾ അറിയണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലുള്ള മാതൃക ഇങ്ങനെ പോവുകയാണ്. അവസാനിപ്പിക്കട്ടെ. ഇബ്രാഹിം നബി ദഅവത്തിന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങൾ, അനുഭവിച്ച പ്രയാസങ്ങൾ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും നമുക്ക് കാണാൻ കഴിയും.
ആ പ്രവാചകനെ പിൻപറ്റിയ സ്വഹാബത്തിന്റെ ജീവിതത്തിലും നമുക്കത് കാണാൻ കഴിയും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്ത് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖിനെ ഓർക്കാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമിലേക്ക് ഒന്നാമതായി കടന്നു വന്ന സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കടന്നു വന്ന് ഇസ്ലാം സ്വീകരിച്ച ശേഷം ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ 5 പുതിയ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അബൂബക്കർ മുഖേന കഴിഞ്ഞു എന്നതാണ് റളിയല്ലാഹു അൻഹു. അതാണ് ദഅവത്ത്. അറിഞ്ഞ കാര്യം ഉടൻ തന്നെ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഫൽയുബല്ലിഗി ഷാഹിദ് അൽ ഗായിബ്. അറിയാത്ത പാവപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട്, പറയാൻ മടിയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ചർച്ചകളുണ്ടാകും. ആദ്യം പറയും ഫാമിലി ഗ്രൂപ്പിൽ ഒന്നാമത്തെ നിബന്ധന, ഇതിൽ ആദർശം പറയാൻ പാടില്ല, ഇതിൽ ദീൻ പറയാൻ പാടില്ല, മറ്റെന്തും ചർച്ച ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, പോയി ആളുകളെ കൊണ്ടുവന്ന് ഇസ്ലാമിലേക്ക്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൈ പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കറെ, യാ അമീറൽ മുഅ്മിനീൻ, താങ്കൾ എത്ര വലിയ ഭാഗ്യവാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏത് യാത്രയിലും കൂടെ കൊണ്ടുപോകുന്ന സ്വഹാബിയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചേർത്ത് പിടിക്കുന്ന സ്വഹാബിയല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂ ദുജാനയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല അബൂ ദുജാന, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? എന്താ നിന്റെ പ്രശ്നം? അബൂ ദുജാന പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട് അബൂബക്കർ സിദ്ദീഖ്. എന്താണ് ആഗ്രഹമെന്നല്ലേ? എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് ചേർത്ത് പിടിക്കണം, എനിക്കൊന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കണം. ഇതാണ് അബൂ ദുജാനയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അബൂ ദുജാന അത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അബൂ ദുജാന കുറച്ച് കളർ കുറഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോ അപകർഷതാബോധത്താൽ പ്രവാചകന്റെ മുഖത്തേക്ക് പോലും അബൂ ദുജാന റളിയല്ലാഹു അൻഹു നോക്കാറില്ല എന്നാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, അള്ളാഹു താങ്കളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തരട്ടെ. സമയങ്ങൾ, ദിവസങ്ങൾ, കാലങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഉഹുദിന്റെ രണാങ്കണം ശത്രുക്കളുമായി പോരടിക്കുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ റസൂലുള്ളാഹിനോടൊപ്പം പങ്കെടുക്കാൻ മഹാനായ അബൂ ദുജാനക്കും അവസരം കിട്ടി. അങ്ങനെ ശത്രുക്കളുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഒരുത്തൻ വിളിച്ചു പറയുകയാണ്, ഖതൽതു മുഹമ്മദ, ഖതൽതു മുഹമ്മദ, ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു, മുഹമ്മദ് കൊല്ലപ്പെട്ടു. അത് അവരുടെ തന്ത്രമായിരുന്നു. മുഹമ്മദ് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അവരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണെന്ന് അവർക്കറിയാം. ആ തന്ത്രം അവർ പ്രയോഗിച്ചു. ശരിയായി. മുസ്ലിമീങ്ങൾ പലരും ചിന്തിച്ചു, പ്രവാചകൻ മരണപ്പെട്ടില്ലേ, ഇനി ഞങ്ങൾ എന്തിന് യുദ്ധം ചെയ്യണം? ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ചില ആളുകൾ അങ്ങോട്ട് ഒരു നായകനില്ലാത്തവരെ പോലെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പോയി. അങ്ങനെ പല ഭാഗങ്ങളിലേക്കും പരിഭ്രാന്തരായി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ മാത്രം വിളിച്ചു പറഞ്ഞ് ആ ആളുകൾക്കിടയിലൂടെ ഓടി നടക്കുകയാണ്, ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂലുള്ള എവിടെ, എന്റെ റസൂലുള്ള എവിടെ? ആരാണെന്നറിയോ? അത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഓടി നടന്നു, അവസാനം കണ്ടു ശത്രുക്കൾ ഒരുക്കിയ വാരിക്കുഴിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ചതിക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് രക്തം വരുന്നുണ്ട്. ആ പ്രവാചകന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്. ആ പ്രവാചകനെ 2 സ്വഹാബത്ത് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അബൂ ദുജാന കടന്നു ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന രംഗം അബൂ ദുജാന കണ്ടു. 2 ശത്രുക്കളായ ആളുകൾ അമ്പുമായി ഉന്നം നോക്കുകയാണ് റസൂലുള്ളാഹിന്റെ നേർക്ക്. റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി 2 ആളുകൾ ഉന്നം പിടിച്ചു നിൽക്കുകയാണ്. ആ അമ്പ് വരുന്ന സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് ചേർത്തു പിടിച്ചു. തന്റെ ഷർട്ടിടാത്ത നെഞ്ചും അള്ളാഹുവിന്റെ നെഞ്ചും തമ്മിൽ ചേർത്ത് വെച്ചു, കെട്ടിപ്പിടിച്ചു അബൂ ദുജാന റളിയല്ലാഹു അൻഹു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ ഫലം കാണുകയാണ്. അബൂ ദുജാനയുടെ ആഗ്രഹം അവിടെ സഫലീകരിക്കപ്പെടുകയാണ്, റസൂലുള്ളാഹിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. പക്ഷേ ആ നിമിഷം ശത്രുക്കൾ അമ്പെയ്തു. ആ അമ്പെല്ലാം അബൂ ദുജാനയുടെ ശരീരത്തിലാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. രക്തം വാർന്ന് വാർന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് കൈകൾ താഴോട്ട് വന്ന് അവസാനം റസൂലുള്ളാഹിയുടെ അടുത്ത് അദ്ദേഹം ഷഹീദായി വീഴുകയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അബൂ ദുജാനയെ കുറിച്ച് പറയുന്നത് ജുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പരിച. ഇവരെന്തിനു വേണ്ടിയാ പടിയെടുത്തത്? ദഅവത്തായിരുന്നു അവരുടെ ലക്ഷ്യം, ദഅവത്താണ്. അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളൊക്കെയും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെയും റബ്ബിന്റെ മാർഗത്തിൽ, റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നതുവരെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല, വിശ്വാസിയാവുകയില്ല എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മില്ലത്ത് ഇബ്രാഹിം പറയുമ്പോ അതിലേറ്റവും ഉഴച്ചു നിൽക്കുന്നത് ദഅവത്താണ്, നമ്മുടെ ബാധ്യതയാണ്. അറിയിക്കലും എത്തിച്ചു കൊടുക്കലും പറഞ്ഞു കൊടുക്കലും ഏതൊക്കെ മാർഗത്തിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എഴുതാൻ കഴിയുന്നവർ, പ്രചരിപ്പിക്കാൻ കഴിയുന്നവർ, അതിന് എന്തെങ്കിലും ഒരു ചെറിയ വിഹിതം ദഅവാ മാർഗത്തിൽ നൽകാൻ കഴിയുന്നവർ, ഒരു ചെയർ പിടിച്ചിടാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ദഅവാ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിന്നാൽ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പഠിക്കാനും അറിയാനും, പ്രത്യേകിച്ച് ഈ ഒരു സമയം ദുൽഹിജ്ജ വരുമ്പോ, ഹജ്ജ് വരുമ്പോ മില്ലത്ത് ഇബ്രാഹിമിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയാണ് മുസ്ലിം ലോകം. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, മാതൃക ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.